നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. SNDP ഒമാൻ യൂണിയന്റെ ഗുരുപുഷ്പാഞ്ജലി പ്രാർത്ഥനാ യജ്ഞത്തിന് മസ്കറ്റിൽ തുടക്കമായി. മസ്കറ്റ് ശിവക്ഷേത്ര അങ്കണത്തിൽ നടന്ന പ്രാർത്ഥനാ യജ്ഞം ഒമാൻ യൂണിയൻ ചെയർമാൻ L. രാജേന്ദ്രൻ, കൺവീനർ G. രാജേഷ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ TS. വസന്തകുമാർ, കോർ കമ്മിറ്റി മെമ്പർ D. മുരളീധരൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും എല്ലാ മാനവഹൃദയങ്ങളിലും എത്തിച്ചേരണമെന്ന മഹത്തായ ഗുരു സന്ദേശമാണ് ഗുരുപുഷ്പാഞ്ജലി എന്ന പ്രാർത്ഥനാ യജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇങ്ങനെയുള്ള കൂടിച്ചേരലിലൂടെ SNDP ഒമാൻ യൂണിയന്റെ എല്ലാ ശാഖകളിൽ നിന്നുമുള്ള അംഗങ്ങൾക്ക് പരസ്പരം കാണാനും സംവദിക്കാനും അതിലൂടെ ഗുരു സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുമാകുമെന്ന് പ്രത്യാശിക്കുന്നതായും ഭാരവാഹികൾ വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ UDF സ്ഥാനാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഖത്തർ, ഇൻകാസ്, KMCC ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായി ന്യായ് 2024 എന്ന പേരിൽ കൺവെൻഷൻ നടത്തി. ഇൻകാസ് പാലക്കാട് ജനറൽ സെക്രട്ടറി ലത്തീഫ് കല്ലായി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് റുബീഷ് അധ്യക്ഷനായി. ബെഡ്ഫോർഡ്ഷെയറിലെ പ്രമുഖ മലയാളി സംഘടനയായ ബെഡ്ഫോർഡ് മാസ്റ്റൺ കേരള അസോസിയേഷൻ ഒരുക്കുന്ന ഈസ്റ്റർ വിഷു ആഘോഷത്തിന് ഏപ്രിൽ 27 ശനിയാഴ്ച ബെഡ്ഫോർഡ് കെംസ്റ്റണിലെ അഡിസൺ സെന്റർ വേദിയാകും. പുണ്യദിനങ്ങളുടെ സംയുക്ത ആഘോഷത്തിൽ സംഗീത സംവിധായകനും ഗായകനുമായ പീറ്റർ ചേരാനെല്ലൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബെഡ്ഫോർഡ് കെംസ്റ്റൺ MP മുഹമ്മദ് യാസിൻ, ബെഡ്ഫോർഡ് ബോറോ കൗൺസിലേഴ്സ്, യുക്മ ഈസ്റ്റ് ആംഗ്ലി റീജിയൻ പ്രസിഡന്റ് ജെയ്സൺ ചാക്കോച്ചൻ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കും. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ pravasibharati.radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.